ട്രൈസബ് എന്ന ലേസർ ആയുധവുമായി യുക്രൈന്റെ പുതിയ തന്ത്രം. 2 കിലോമീറ്റർ വരെ അകലെയുള്ള ശത്രുക്കളെ തകർക്കാൻ കഴിയുന്നതാണ് ഈ ആയുധം. ട്രൈസബ് എന്നാൽ തൃശൂലം എന്നാണ് അർത്ഥം. വാണിജ്യാടിസ്ഥാനത്തിൽ ലഭ്യമായ വലിയ പണച്ചിലവില്ലാത്ത സാങ്കേതിക വിദ്യയാണ് ട്രൈസബിന് ഉപയോഗിച്ചിരിക്കുന്നത്. റഷ്യയുമായി യുദ്ധത്തിലേർപ്പെടുന്ന രാജ്യത്തിനാണ് സ്പെഷ്യൽ ആയുധം വികസിപ്പിച്ചത്. അമേരിക്കൻ നേവിയിൽ 2014 മുതലുള്ള ലേസർ വെപ്പൺ സാങ്കേതിക വിദ്യയാണ് ട്രൈസബിലും ഉപയോഗിച്ചിരിക്കുന്നത്. താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെ അതിവേഗം നശിപ്പിക്കാൻ ഇത് സഹായിക്കും. ചൈന, അമേരിക്ക തുടങ്ങിയ ചുരുക്കം രാജ്യങ്ങളിൽ മാത്രമാണ് നിലവിൽ ലേസർ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്. മറ്റു പല രാജ്യങ്ങളും ലേസർ ആയുധം തയ്യാറാക്കുന്നതായാണ് വിവരം. യുക്രൈന്റെ ട്രൈസബ് ആയുധത്തെക്കുറിച്ച് കൂടുതലൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. യുക്രൈൻ നടത്തുന്ന ആക്രമണം 3-ാം വർഷത്തിലേക്ക് എത്തുമ്പോൾ വിജയിച്ചു കയറാനുള്ള ശ്രമമാണ് നടക്കുന്നത്. റഷ്യൻ റേഡിയേഷൻ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രൊട്ടക്ഷൻ ഫോഴ്സ് തലവൻ കൊല്ലപ്പെട്ടിരുന്നു. യുക്രൈൻ സെക്യൂരിറ്റി സർവീസാണ് കൊലപാതകത്തിന് പിന്നിലെന്നാണ് ആരോപണം. യുക്രൈനിൽ രാസായുധം പ്രയോഗിച്ചതിനുള്ള പ്രതികാരമായാണ് കൊലപാതകത്തെ വിലയിരുത്തുന്നത്. അതേസമയം ട്രൈസബ് വികസിപ്പിച്ചെന്ന വാർത്ത പുറത്തുവിട്ടതും യുക്രൈന്റെ സൈക്കോളജിക്കൽ നീക്കമായാണ് കരുതപ്പെടുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.